ഒരു 250 ഗ്രാം ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അത് നമുക്ക് കറിയാക്കി എടുക്കാം. ഉപ്പിട്ട് വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ചീഞ്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതായി വന്നപ്പോൾ ഒരു സവോള ചെറുതായി അരിഞ്ഞതും ഒരു 5-8 ചുവന്നുള്ളിയും 5-8 വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി മുരിഞ്ഞ് വരുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അതേസമയം ഭയങ്കര ടേസ്റ്റിയാണ്. ഹെൽത്തി ആയിട്ടുള്ളൊരു ഇതാണ് ചെറുപയർ, ഡയബറ്റിക്കാർക്കും ഒക്കെ. അപ്പോൾ ഇതൊരു പകുതി ഒന്ന് വഴന്ന് വന്നപ്പോൾ ഞാൻ അതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ടതും പിന്നെ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. എന്നാല് വറ്റൽമുളക് ഇട്ട് കൊടുത്തു. അതിന് ശേഷം ഇനി പൊടി ചേർക്കാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് വറ്റൽമുളക് ചതച്ചത്, ചതച്ചതാണ്, അതിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അതിൻ്റെ പച്ചമണം പോണ വരെ ഇളക്കി കൊടുത്ത് നമുക്ക് പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് പച്ചമണം പോയപ്പോൾ ഞാനിക്ക് പയർ വേവിച്ച് വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കറി എന്ന് പറയുന്നത് നമുക്ക് പുട്ട്, അതുപോലെ ചോറിനായാലും തോരനായിട്ടും പുട്ടിനൊക്കെ നല്ല കറിയാണ്. ഇത് ഇത്തിരി ചാറാക്കണമെങ്കിൽ നമുക്ക് അപ്പത്തിൻ്റെ കൂടി ഉപയോഗിക്കാം. നല്ല കറിയാണത്. അപ്പോൾ ഇതിനെ ഒന്നും കൂടി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ഞാനൊരു അരമുറി നാളികേരം, ചെറിയ നാളികേരത്തിൻ്റെ അരമുറി ഇട്ടാൽ 1/4 മുറി എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ, എന്നാലും അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൻ്റെ കറിക്കൊരു ടേസ്റ്റ് കൂട്ടുക. അതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾ ഇട്ട് കൊടുക്കണമെങ്കിൽ കൊടുത്താൽ മതി. പക്ഷേ ഇത് ഇടുമ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് കൂടുതലാണ്. കുട്ടികളൊക്കെ വേഗം കഴിച്ചോളും. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് രാവിലെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്. അധികം നേരം എടുക്കാണ്ട്, എന്നാൽ അത്യാവശ്യം നല്ല ടേസ്റ്റിയും ഹെൽത്തിയൊക്കെ ആയിട്ടുള്ള ഒരു കറിയും കൂട്ടിയാണ്. താങ്ക് യു.